ഭവനങ്ങളുമേൽ, പൈതങ്ങളുമേൽ, വാഹനങ്ങളുമേൽ, നമുക്കുള്ള സകലത്തിന്മേൽ യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ രക്തം അടയാളമായിരിക്കട്ടെ. മരണദൂതൻ കടന്നു വരുമ്പോൾ ദൈവം കൽപ്പിക്കട്ടെ, ആയുഷിന്റെ മറക്കെടുത്ത് കളയരുത്. പെട്ടെന്നുള്ള മരണങ്ങളെ വിടുവിപ്പോൾ, സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, സകല ഭാവങ്ങളിൽ വ്യാധികളിൽ വിടുവിപ്പോൾ കഴിവുള്ള ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ, ഭയപ്പെടുവാൻ ഈ രാത്രിക്കാലം ഇടയായി തീരട്ടെ. എല്ലാവരും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഗാനം ആലോചിക്കുന്നതായിരിക്കും. ക്രിസ്തു ചെറിയാൻ ഹല്ലേലൂയ ഒരു പാട്ട് പാടും. ആ പാട്ട് നമുക്ക് ശ്രമിക്കാം. പാട്ടിനായി കർത്താവ് ദാസനെ ക്ഷണിക്കും. ആമേൻ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പുറം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം, സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം, തേടി വന്ന നിന്റെ സ്നേഹം വർണ്ണിച്ചിടുവാനസാധ്യം. തേടി വന്ന നിന്റെ സ്നേഹം വർണ്ണിച്ചിടുവാനസാധ്യം. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ആരും തുറക്കാത്ത വാതിൽ, ആരും അറിയാത്ത വഴികൾ, ആരും തുറക്കാത്ത വാതിൽ, ആരും അറിയാത്ത വഴികൾ, യേശുവിൻ ഭുജത്തിൻ കരുത്താൽ എന്നെ പുലർത്തുന്നതല്ലേ. യേശുവിൻ ഭുജത്തിൻ കരുത്താൽ എന്നെ പുലർത്തുന്നതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പുറം പറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ.
താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി കർത്താവിനെ സ്തുതിക്കും. തുടർമാനം കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ പഠിപ്പിക്കുവാൻ പോകുന്നു. അതിനു മുമ്പായി ഹല്ലേലൂയ, തിരുവചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിനും നമ്മുടെ ഹൃദയങ്ങൾ നല്ല നിലങ്ങളായി ദൈവവചനമാകുന്ന വിത്ത് നല്ല നിലത്ത് വീണ് 100 മേനി തന്നെ ഫലം പുറപ്പെടുവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസനും വാക്കുമാറാത്തനും സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വഴി നടത്തിന് ദൈക്കും വിശ്വസിക്കാൻ നന്ദിയോടെ സ്തോത്രം പറയുന്ന കർത്താവേ. ഈ സന്ധ്യാസമയം കർത്താവെ വീണ്ടും നിന്റെ സന്നിധി കർത്താവെ ഞങ്ങൾ സ്തോത്രത്തോടെ കടന്നു വരുന്ന കർത്താവെ. ശിശാരി വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് കർത്താവെ. കഴിഞ്ഞ നാളുകൾ കർത്താവെ, കഴിഞ്ഞ മാസങ്ങൾ കർത്താവെ, വർഷങ്ങൾ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. രാത്രി സമയം കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളോട് മനസ്സലിയണമേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നിങ്ങളുടെ മധ്യ ഉള്ളതിനായ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സകല നന്മയുടെ ഉറവിടം കർത്താവാകിയ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്നും ഇന്നലെയും എല്ലാം കർത്താവെ, എന്നേക്കും കർത്താവെ ഞങ്ങളുടെ ദൈവമാകിയാൽ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. രാത്രി കർത്താവെ നിന്റെ സന്നിധി കടന്നു വന്ന ജനത്തോട് കർത്താവ് മനസ്സലിയണമേ, ജനത്തിന് ആവശ്യമായിരിക്കുന്ന ആഹാരം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വചനം ഭക്ഷിച്ച് കർത്താവെ, ദൈവത്തിന് വേണ്ടി കർത്താവെ 100 മടങ്ങ് കർത്താവെ ഫലം കായ്ക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ലീഡിയ കർത്താവിന്റെ ദാസനായ സ്തോത്രം കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാടിയ ബ്രദർ ക്രിസ്റ്റോയ്ക്കായി സ്തോത്ര കുടുംബമായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ കർത്താവെ, പ്രദർശനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ നാൾ കർത്താവെ ഞങ്ങളോട് കർത്താവെ നീ വചനത്തിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ദേശത്ത് കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു വിളക്കായി ജീവിക്കുവാൻ കർത്താവെ, ഓ ഹല്ലേലൂയ, ഉപ്പായി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ കർത്താവെ കടന്നു എല്ലാ സ്ഥലത്തെല്ലാം കർത്താവെ കർത്താവിന് വേണ്ടി പ്രകാശം പകരുന്നതിലാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓ ഹൃദയശുദ്ധിയോടെ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവെ, പരമാർത്ഥ ഹൃദയോടെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സകല പ്രവർത്തനങ്ങളും കർത്താവ് പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ, നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. തിരുവചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ അഭിഷേകത്തിനെ ക്ഷണിക്കുന്നു ഇവാഞ്ചലിസ്റ്റ് സിഞ്ചൻ ജേക്കബ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ആയിരിക്കാൻ തക്കവണ്ണം ദൈവം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 2 ആഴ്ച മുൻപ് നമ്മൾ കണ്ടതായ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ തുടർമാനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു എലമെന്റ് ആണ് നമ്മൾ അതിന്റെ മുൻപത്തെ ആഴ്ച കാണുവാനിടയായിത്തീരുന്നത്. യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ തന്റെ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞിട്ടുള്ള പല സിനാരിയോസ്, യേശുക്രിസ്തു സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക ക്രിസ്ത്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു എടുത്ത 6 സിനാരിയോസിനെ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതായ വിഷയം എന്ന് പറയുന്നത് അപ്രോച്ച് ടു സിൻ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി പാപത്തിലോട്ട് വീഴുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. there is some circumstances. When we yield to the circumstances, there will be a pressure, and when we succumb to the pressure, we will be, yielding to that pressure, and ultimately we will committing the sin. So that was the 3-step phase, or are the 3 phases of the temptation by which a man will be led to sin. അങ്ങനെ പാപത്തിലേക്ക് വഴി നടത്തപ്പെടുന്ന ഒരു പ്രക്രിയയെ കുറിച്ച് നമ്മുടെ ചില സിനാരിയോസ് നിന്ന് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസത്തിൽ വഴിപ്പെടുത്തി ഇരിക്കാതെയും എന്ന് കാണുന്ന ഒരു പ്രോഗ്രഷൻ ഓഫ് സിൻ കാണുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. എന്നാണ് ദൈവമക്കളായ നമ്മെ അത് പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കംസ്റ്റാൻസസിന്റെ
ആ ഇടയിൽ നമ്മൾ വരുമ്പോൾ തന്നെ when we hit the circumstances which may lead to sin, അത് അറിയാനായിട്ടുള്ള ഒരു ഡിസേണിംഗ് ശക്തി അല്ലെങ്കിൽ ഡിസേണിംഗ് പവർ ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് തരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രഷറിനെ അടിമപ്പെടുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. നമ്മൾ അതിന് എക്സാമ്പിൾ ആയിട്ട് എടുത്തത് യോസേഫിന്റെ ജീവിതമാണ്. യോസേഫിന്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള എല്ലാ സർക്കംസ്റ്റാൻസസും ഉണ്ടായിരിക്കും. അതിനുള്ള സാഹചര്യം തന്നെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തന്നെ അത് മനസ്സിലാക്കുവാനായിട്ട് യോസേഫിന് കഴിഞ്ഞതുകൊണ്ട് തന്നെ യോസേഫ് അവിടെ നിന്ന് എഴുതിയിരിക്കുന്നു, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ നമ്മൾ കണ്ട 3 സിനാരിയോസിൽ നമ്മൾ കണ്ടതായ ദാവീദിനെ പോലെയോ അല്ലെങ്കിൽ ആഖാനെ പോലെയോ അല്ലെങ്കിൽ അവയെ പോലെയോ അവർ സർക്കംസ്റ്റാൻസസിനെ അവരെ തന്നെ പരമേൽപ്പിക്കുകയും അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അതിനുശേഷമായി ഉണ്ടായ പ്രഷറിൽ നിന്നും അവർക്ക് അതിനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ അതിനെ റെസിസ്റ്റ് ചെയ്യുവാൻ സാധിക്കാതെ അവർ പാപത്തിലേക്ക് വഴുതി വീഴുന്നതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഈ 3 വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് കാണുവാനിടയായിത്തീർന്നു. ദാവീദിന്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ആഖാന്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ അവയുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാനിടയായിത്തീർന്നു. ആഖാൻ കണ്ടു, അത് മോഹിച്ചു, എടുത്തു. അങ്ങനെ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പിലൂടെ അവര് പാപത്തിലേക്ക് വീഴുന്നതായിട്ട് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. എന്നാൽ യോസേഫ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ സർക്കംസ്റ്റാൻസസിൽ തന്നെ ഇതൊരു വലിയതായ ഒരു ഖണിയാണ്, ഇത് വലിയ സാത്താന്റെ വലിയ തന്ത്രമാണെന്ന് മനസ്സിലാക്കുവാൻ യോസേഫിന് സാധിച്ചതുകൊണ്ട് യോസേഫ് പാപത്തിൽ നിന്നും ഓടി ഒളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു നമ്മൾ കാണുവാനിടയായി. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മൾ അവസാനം വരെ കാത്തിരിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ശക്തി പരീക്ഷിക്കുവാനുള്ള ഒരു അവസരമായി ടെംപ്റ്റേഷൻസിനെ കാണാതെ സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ തന്നെ അതിനെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെതായ സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൃദയം നമ്മൾ പ്രാപിച്ച് കർത്താവെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമേ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ടുള്ള എൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ ടെംപ്റ്റേഷനിൽ നിന്ന് തന്നെ വിടുതൽ പ്രാപിക്കത്തക്ക രീതിയിൽ ദൈവം നമ്മുടെ ആത്മീയ നിലവാരത്തെ ഉയർത്തുവാനിടയായിത്തീരും എന്ന് നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീരും. ഇന്ന് രാത്രി കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് തുടർന്ന് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന് 31 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിനെ തുടർന്ന് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അതിന് 33 മുതലുള്ളതായ വാക്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന് 31, 32 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് രാത്രി കാലം നമ്മൾ ഡീൽ ചെയ്യുവാനായിട്ട് പോകുന്നത്. സോ ഐ എം വെരി മച്ച് മൈൻഡ്ഫുൾ അബൌട്ട് ദി സബ്ജക്ട്. നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വളരെ പ്രയാസപ്പെടുകയും എല്ലാം ചെയ്യുന്ന അനേക സിനാരിയോസ് നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ബന്ധുമിത്രാദികളുടെയിലും വരുന്നതായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്രകാരമുള്ള ഈ കാലഘട്ടത്തിൽ based on the sensitivity of this theme, I just wanted to tell in the beginning itself, whatever we are going to discuss today, it is based on the biblical perspective. I am not getting into any cultural aspects of the subject. ഒരു സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള യാതൊരു കോണ്ടെക്സ്റ്റും ഞാൻ ഇന്ന് രാത്രി കാലം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. I just wanted to stick to the text what Jesus Christ has told his disciples. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ ഈ പാസേജിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുകയും സമയത്തിന്റെ ലഭ്യത ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുവാനിടയാകുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണുന്ന വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിടെ സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതിലൊന്നും വലിയതായ ഇന്റർപ്രിട്ടേഷന്റെയോ അല്ലെങ്കിൽ വലിയതായ വ്യാഖ്യാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. യേശു ക്രിസ്തുവിന്റെ അടുത്ത പരീശന്മാർ വന്ന് ചോദിച്ച മറ്റൊരു വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പോഴാണ് ഇതിന്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുകയായിരുന്നു. അതിനാധാരമായിട്ട് നമുക്ക് ഒരു പാസേജ് കൂടി വായിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായിത്തീരുകയാണ്. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പാസേജിനുള്ളതായ ബന്ധത്തിൽ മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളും കൂടെ നമുക്കൊന്ന് വായിക്കാം. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരുന്നു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കുവാൻ
മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാം, യേശുക്രിസ്തു പരീശന്മാരുടെ മറുപടിയായിട്ട് പറയുന്ന ഭാഗം വളരെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടാണ് യേശുക്രിസ്തുവോട് പറഞ്ഞിട്ടുള്ളത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 2 വാക്യത്തിൽ യേശുക്രിസ്തു ഒതുക്കിയത് വളരെ വിശദമായിട്ട് താൻ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മളെ ദൈവസഭയെ പഠിപ്പിക്കുവാനായിട്ട് വളരെ ഇലാബറേറ്റഡ് ആയിട്ട് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സജഷൻസോട് കൂടി അദ്ദേഹം പറയുകയാണ്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, പരീശന്മാർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ദ ഇന്റൻഷൻ വാസ് ടു ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റ് ബൈ വിച്ച് ദേ ക്യാൻ ഗെറ്റ് ഇൻ ടു ഡിവോഴ്സ്. ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ളതായ ഉദ്ദേശം എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ് എനിക്ക് ഡൈവേഴ്സ് ലോഫുൾ ആയിരിക്കുന്നത് എന്ന് സ്ഥാപിക്കുവാനാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ മറുപടി നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. യേശു ക്രിസ്തുവും അവിടെ ഡിവോഴ്സിന്റെ അല്ലെങ്കിൽ മാരേജിന്റെ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനല്ല അവിടെ ശ്രമിച്ചത്, മറിച്ച് മാരേജിനെ അല്ലെങ്കിൽ വിവാഹത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാനാണ് യേശു ക്രിസ്തു അവിടെ ശ്രമിക്കുവാൻ ഇടയായിത്തീർന്നു. അല്ലെങ്കിൽ അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി യേശു ക്രിസ്തുവിന് ഇപ്രകാരം പറയാമായിരുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു 10 കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള 10 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാമെന്നുള്ള ഒരു മറുപടിയാണ് അവർ എക്സ്പെക്ട് ചെയ്തതെന്നാൽ യേശു ക്രിസ്തു മറുപടി പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അതിനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മറുപടി അവരുടേതായ ചോദ്യത്തിന് നൽകുന്നതിനേക്കാൾ ഉപരിയായി ഈ വിഷയത്തെ അല്ലെങ്കിൽ വിവാഹം എന്ന ഈ വിശുദ്ധമായിട്ടുള്ള ദൈവസന്നിധിയിൽ വിശുദ്ധമായിട്ടുള്ള ഈ കൺസെപ്റ്റിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരിക്കലും ഇതിൽ നിന്നും ഒരു വിമോചനം പ്രാപിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധമാക്കി ഇതിനെ മാറ്റുവാനാണ് യേശു ക്രിസ്തു ശ്രമിക്കുവാനിടയായിരുന്നത്. Praise the Lord. Let me tell you, when they asked about the divorce അല്ലെങ്കിൽ the limit about the marriage, Jesus Christ is trying to elevate this the status of the wedding. Praise the Lord. The status of the marriage. ഈ വിവാഹത്തിന്റെ സ്റ്റാറ്റസിനെ യേശു ക്രിസ്തു ഉയർത്തുവാൻ ശ്രമിച്ച 3 പ്രധാനപ്പെട്ട ചിന്തകൾ ഞാൻ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ നിങ്ങൾ ആ റെസ്പോൺസ് യേശു ക്രിസ്തുവിന്റെ റെസ്പോൺസ് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ചിന്തകൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിന് മറുപടി പറഞ്ഞത്? യേശു ക്രിസ്തു വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് അവിടെ പറയാനിടയായിത്തീർന്നത്. വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചതെങ്കിലും യേശു ക്രിസ്തു ഹി വാസ് ട്രൈങ് ടു റിപ്ലൈ ടു ദം വെരി ഒബ്ജക്റ്റീവ്ലി, വെരി തിയോളജിക്കലി, വെരി കൺസെപ്ച്വലി, വളരെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴമേറിയ രീതിയിൽ ആ വിഷയത്തെ ഉൾക്കൊള്ളത്തക്ക രീതിയിലാണ് യേശു ക്രിസ്തു അതിന് മറുപടി പറയുകയായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലും ആ കൺസെപ്റ്റിന് യാതൊരു മാറ്റവും വരാത്തത് കൊണ്ട് നമ്മൾ ഇത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ കൾച്ചറൽ ആയിട്ടുള്ള സാമൂഹികരമായിട്ടുള്ള പലവിധമായിട്ടുള്ള വേരിയേഷൻസ് പലപ്പോഴും നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ഇതിൽ നിന്നുള്ള പോംവഴികൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രികാലം നമ്മളോട് പറയാനായിട്ടുള്ളത് ഫ്രം എ പ്യുവർ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്, from a pure doctrinal perspective, from a teaching perspective of Jesus Christ, there is nothing called cultural here. It is absolutely based on the word of God. യേശു ക്രിസ്തു വിഭാവനം ചെയ്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, there is no chance, there is no scope of divorce for a believer. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈസ് എലിവേറ്റിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് മാരേജ്. വിവാഹത്തിന്റെ സ്റ്റാറ്റസ് യേശു ക്രിസ്തു ഒന്നാമതായിട്ട് ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസാക്ഷൻ ബട്ട് ഇറ്റ് ഈസ് എ കവനന്റ്. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് എലിവേറ്റിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് മാരേജ് ഫ്രം എ ട്രാൻസാക്ഷൻ ടു എ കവനന്റ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഒരു നിയമപരമായിട്ട് നടക്കുന്ന ഒരു ട്രാൻസാക്ഷനേക്കാൾ, നിയമപരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയേക്കാൾ ഒരു 2 ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന അല്ലെങ്കിൽ 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു വലിയതായ ഉടമ്പടിയുടേതായ ഒരു അവസ്ഥയായിട്ട് വിവാഹത്തെ യേശു ക്രിസ്തു ഉയർത്തുവാനായിട്ട് ഇടയാത്തിരിക്കുകയാണ്. പ്രൈസ്. അതുകൊണ്ട് തന്നെയാണ് വിവാഹ ശുശ്രൂഷകളെല്ലാം നടക്കുമ്പോൾ നമ്മൾ കാണുന്നതും ഇറ്റ് ഈസ് നോട്ട് എ ലീഗൽ ട്രാൻസാക്ഷൻ നോട്ട് ഓൺലി ബട്ട് നമ്മൾ താമസിക്കുന്ന രാജ്യങ്ങളുടെ നിയമപ്രകാരം നമ്മൾ ലീഗലായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യുകയും എല്ലാം ആവശ്യമായിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഉപരിയായി യേശു ക്രിസ്തു
യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഇന്ന് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തീരുന്നത്, മറിച്ച് സ്വർഗത്തിൽ നടക്കുന്ന നിങ്ങളുടെ ഉഭയസമയത്താലും നിങ്ങളുടേതായ തീരുമാനത്താലും സ്വർഗത്തിൽ അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള അനുഭവം നടക്കുന്നുണ്ട്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരിക്കലും ലോകത്തിലെ യാതൊരു വ്യക്തിക്കും മാറ്റുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലോട്ട് വന്നപ്പോൾ അതിനെ കുറച്ചുകൂടെ വിശദമാക്കി പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസാക്ഷൻ ഹാപ്പനിങ് അറ്റ് ദി എർത്ത് ലെവൽ അല്ലെങ്കിൽ വേൾഡ്ലി ലെവൽ, ഇറ്റ് ഈസ് എ കവണന്റ് ഹാപ്പനിങ് അറ്റ് ഹെവൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ലോകത്തിൽ നടക്കുന്ന ഒരു നിയമപരമായ ഒരു പ്രക്രിയയേക്കാൾ ഉപരിയായി സ്വർഗത്തിൽ നടക്കുന്ന ഒരു ഉടമ്പടിയായിട്ട് യേശുക്രിസ്തു വിഭാഗത്തെ എലിവേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി കാലത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതിനെ വളരെയധികം പരിഭാവനതയോടും വളരെയധികം വിശുദ്ധിയോടും കൂടി നോക്കിക്കാണേണ്ട, വളരെ ശക്തമായിട്ട് നമ്മൾ അനുവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധമാണ് വിവാഹം എന്നുള്ളത് യേശുക്രിസ്തുവിടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈസ് എലിവേറ്റിംഗ് the marriage from a transaction to a covenant. Praise the Lord. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചതിനെ സ്വർഗത്തിൽ വെച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഉഭയസമയത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ ബന്ധത്തെ ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ മനുഷ്യർ എങ്ങനെ വേർപിരിക്കുവാനായിട്ട് സാധിക്കും? പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരീശന്മാരുടെ ചോദ്യത്തിന്റെ അടിസ്ഥാനം ഇത് ലോകത്തിൽ നിയമപ്രകാരം നടക്കുന്ന ഒരു പ്രക്രിയ ആയതിനാൽ നിയമപ്രകാരം തന്നെ അതിനെ ഡിവോഴ്സ് അല്ലെങ്കിൽ അതിനെ വേർപിരിക്കാൻ സാധിക്കും, അത് ഇറ്റ് ഈസ് എ വെരി ഈസി തിങ് എന്നുള്ള രീതിയിലാണ് അവർ യേശുക്രിസ്തുവിനോട് അവർ അപ്രോച്ച് ചെയ്യാനിടയായി തീർന്നത്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ലോകത്തിൽ നടക്കുന്ന ഒരു നിയമപരമായ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല, മറിച്ച് ഇത് സ്വർഗത്തിൽ നടക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാകിയാൽ ദൈവമാണ് ഇതിനെ യോജിപ്പിക്കുന്നതെങ്കിൽ മനുഷ്യർക്ക് വേർപിരിക്കുവാനായിട്ട് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. The point number 1 is that he is elevating the status of marriage from a transaction to a heavenly covenant. Hallelujah. Praise the Lord. ഞാൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വളരെ ആത്മീക ഉണർവ് ഉണ്ടാക്കുന്നതായ ഒരു സബ്ജക്റ്റ് അല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതും നമ്മുടെ ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള വളരെ വളരെ മൂല്യം ഉള്ളതായ ഒരു ചിന്തയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ഷുഡ് ബി കമ്മിങ് അലോങ് വിത്ത് മീ ആൻഡ് യു ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദിസ് തീം ആൻഡ് പ്രേ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് us to understand the depth of this and help us to carry the same message with the same intensity. Praise the Lord. രണ്ടാമതായിട്ട് യേശുക്രിസ്തു സ്ഥാപിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. He is elevating the status of marriage, number 1, by establishing a fact that it is not a transaction but it is a covenant. Number 2, he is telling that the quality of the relationship has been changed. Praise the Lord. എങ്ങനെയാണ് കർത്താവ് അവിടെ പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഒരു ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ നല്ലത് ചെയ്താൽ നീ എനിക്ക് നല്ലത് ചെയ്യണമെന്നുള്ളതിന്റെ നന്മയ്ക്ക് പകരം നന്മയും തിന്മയ്ക്ക് പകരം തിന്മയും ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷന്റെ ബേസിസിലുള്ള ഒരു സ്നേഹത്താൽ അല്ല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കപ്പെടേണ്ടത്. മറിച്ച് കർത്താവോട് പറയുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, നമ്മൾ എഫേസ്യ ലേഖനത്തിലെല്ലാം കാണുന്നുണ്ട്. ഞാൻ അത് വാക്യങ്ങളെല്ലാം വളരെ സുപരിചിതമായ വാക്യങ്ങളായതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സാധാരണയായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു ലോകപ്രകാരമുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യുന്നതിന് അടിസ്ഥാനമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു സ്നേഹമാണ്. rather we can call that as a reaction. പ്രൈസ് ദി ലോർഡ്. വളരെ റിയാക്ഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നമ്മൾ ലോകത്തിൽ കാണുന്നത്. നമുക്ക് നന്മ ചെയ്യുന്നവരോടുള്ള ഒരു കൂറ് നമുക്കുണ്ട്. നമുക്ക് നന്മ ചെയ്യുന്നവരോട് തിരിച്ച് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ നമുക്ക് തിന്മ ചെയ്യുന്നവരോട് തിന്മ ചെയ്യാതിരിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. പലപ്പോഴും നമ്മൾ പല രീതിയിലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുവാനുള്ളതായ ഒരു ടെംപ്റ്റേഷൻ നമ്മുടെ മനസ്സിൽ വരും. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുന്നവരായിരുന്നാൽ പോലും കർത്താവിന്റെ നിലവാരത്തിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ല. ഇഫ് യു ആർ not doing evil against evil, then also you are not up to the mark of Jesus Christ. But Jesus Christ പറയുന്നത്,
നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരിക്കണം? തിന്മയ്ക്കെതിരെ നന്മ ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. Hallelujah. I know it is very tough, it is very challenging for us to elevate to that level. എന്നാൽ യേശുക്രിസ്തു ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു വിഭാവനം ചെയ്തിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് it is not based on any transaction. യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കേണ്ടതാകുന്നു. So he is elevating the status of marriage, number one, by establishing a fact that it is not anymore a transaction, it is a covenant. Number two, he is elevating the quality of the relationship by saying that the quality of love is not based on the worldly perspective, but it is based on the divine perspective. Praise the Lord. എങ്ങനെയാണ് യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. വളരെ സുപരിചിതമായിട്ടുള്ള വാക്യങ്ങളായതുകൊണ്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ക്രിസ്തുവോ നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവോ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവോ നമ്മൾ ദൂരസ്ഥരായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ സ്റ്റാറ്റസിനെ മാറ്റിയിട്ട് അവൻ സ്നേഹിക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻപായി നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മെ സ്നേഹിച്ച ദൈവിക അഗപ്പെ സ്നേഹം, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ അടുത്തൊരു ന്യായശാസ്ത്രി വന്ന് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന എന്താണ്? ഞാൻ എന്റെ നെയ്ബറെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എല്ലാ കൽപ്പനകളും ഒരുപോലെ പ്രമാണിക്കുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. പുതിയ കൽപ്പന എന്താണ്? നീ നിന്റെ നെയ്ബറെ അല്ലെങ്കിൽ നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പാനിടയായിത്തീരണം. എങ്ങനെയാണ്? ഞാൻ സഭയെ സ്നേഹിച്ചതുപോലെ. ഞാൻ സഭയെ സ്നേഹിച്ചതുപോലെ. ദാറ്റ്സ് ആൻ അഡീഷണൽ ക്ലോസ്. ആ ക്ലോസ് കൊണ്ട് തന്നെ സ്നേഹത്തിന് പുതിയതായ അർത്ഥം കണ്ടുവരുവാനിടയായിത്തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനം എപ്രകാരമാണ്? ഇതൊരു വിവാഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. We need to extend that love to our children. We need to extend that love to our brethren. We need to extend that love to our fellow believers. We need to extend that love to people who have not yet known Jesus Christ. ഹല്ലേലൂയ. നമ്മിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്നേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും ഒരു ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തെക്കാൾ ഉപരിയായി ശത്രുക്കളെ സ്നേഹിക്കത്തക്ക രീതിയിൽ, നമ്മെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കത്തക്ക രീതിയിൽ ആ ഭാഗത്തോട് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ഇപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനത്തിൽ കർത്താവോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: the quality of the relationship is much higher than what you are expecting. Praise the Lord. അതുകൊണ്ട് തന്നെ praise the Lord, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡിവോഴ്സിലോട്ട് കടക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്പർ വൺ, it is not a legal aspect or a legal transaction. It is a covenant. It is ഉടമ്പടിയാണ്. praise the Lord. ഉടമ്പടിയാണ്. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെയും എന്ത് സംഭവിച്ചാൽ, അതുകൊണ്ടാണ് പൗലോസ് അതേ ഭാഷ തന്നെയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ആർക്ക് സാധിക്കും? The same intensity Paul is speaking about the love of Jesus Christ. ആപത്തിനോ നഗ്നതയ്ക്കോ വാളിനോ പട്ടിണിക്കോ ഒന്നിനും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാനായിട്ട് സാധിക്കില്ല. Nothing can separate me from the love of Jesus Christ, because it is not based on transaction. അതൊരു ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലോ എന്നിൽ കണ്ട നന്മയുടെ അടിസ്ഥാനത്തിലോ ഉണ്ടായതായ സ്നേഹമല്ല, മറിച്ച് ഞാൻ ഭാവിയായിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്ന, ആ ഭാവികൾ ഞാൻ ഒന്നാമനായിരിക്കുന്ന ഭാവി. ഒരു രീതിയിലും സ്വർഗരാജ്യത്തിന് അവകാശിയല്ലാത്ത രീതിയിൽ. I was not eligible for heaven. I was not eligible to be called a disciple of Jesus Christ. I was not eligible to be called as the apostle of Jesus Christ. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന രീതിയിലോ വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ലായിരുന്ന എന്നെ, പാപികളിൽ ഒന്നാമനായ എന്നെ, പ്രൈസ് ദി ലോർഡ്, ദുഷ്കർമ്മിയും അതിക്രമിയുമായിരുന്ന എന്നെ സ്നേഹിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതൊരു ഉടമ്പടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ എന്നെ ആ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാനായിട്ട് സാധിക്കില്ല. That is the quality of the relationship God is expecting from us in the marriage covenant as well. Praise the Lord. മൂന്നാമത്തെ ആസ്പെക്ട് കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. Is implying a futuristic aspect of marriage. വിവാഹത്തിന്റെ സ്റ്റാറ്റസിനെ യേശു ക്രിസ്തു ഉയർത്തുന്ന മൂന്നാമത്തെ ഒരു കാര്യം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, it is a type of a covenant which he is going to establish with his church. Praise the Lord. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 Corinthians chapter 11 verse 2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു.
ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു ഈ വാക്യങ്ങൾ ശിഷ്യന്മാരോടും പരീശന്മാരോടും പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മരണാനന്തരം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവസഭ ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു പ്രവചനാത്മാവിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ യേശുക്രിസ്തു ഈ ബന്ധത്തെ കണ്ടതുകൊണ്ട് വളരെയധികം ഗൗരവമായി യേശുക്രിസ്തു പറഞ്ഞു, ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ആയിരിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ഡിവൈൻ എലമെന്റ് ഉണ്ട്, അതിൽ ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് യു ഷുഡ് ബി ഡീലിംഗ് വിത്ത് ദിസ് വെരി കെയർഫുള്ളി എന്നാണ് യേശുക്രിസ്തു അവരോട് പറയാനിടയായി തീർന്നു. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വിവാഹ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ആയിരിക്കുമ്പോൾ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയതായ സ്വർഗീയ സത്യമുണ്ട്, ഒരു മർമ്മമുണ്ട്. ക്രിസ്തു സഭയുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ഒരു ടൈപ്പാണ്, അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു 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 കവണന്റ് ആണ് മാരേജ് എന്നുള്ളത് യേശുക്രിസ്തു അവിടെ സൂചിപ്പിക്കുവാനിടയായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഇതിനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എത്രയോ ഗൗരവമായിട്ടാണ് യേശുക്രിസ്തു ആ പ്രിൻസിപ്പിൾ അവിടെ സ്ഥാപിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ വളരെ ദുഃഖത്തോടുകൂടി ഞാൻ പറയേണ്ടതായിട്ടിരിക്കുന്നു, വളരെയധികം ഒരു ലീഗൽ ട്രാൻസാക്ഷനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ നമ്മൾ വിവാഹ ബന്ധങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഡിവോഴ്സസ് ആർ ഹാപ്പനിങ് very frequently. Praise the Lord. വളരെയധികം ഖേദത്തോടെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു വിഷയമായിട്ട് ഇത് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവസഭ പ്രാർത്ഥിക്കുമാറാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി, വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ പോകുന്നവർക്ക് വേണ്ടി, ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രായ വ്യത്യാസഭേദമന്യേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് കർത്താവിൻ പ്രൊട്ടക്ട് അവർ ഫാമിലീസ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ 20 വർഷമായിരിക്കാം, ഒരുപക്ഷെ 25 വർഷമായിരിക്കാം, ഒരുപക്ഷെ 10-15 വർഷമായിരിക്കാം, ഒരുപക്ഷെ 1 വർഷമായിരിക്കാം, ഒരുപക്ഷെ യു ആർ about to get married. Whatever be the situation you are, whatever the phase you are, let us continue to pray that Lord, please protect this covenantal relationship. കർത്താവേ, ഹല്ലേലൂയ. ശത്രു ഈ ബന്ധത്തെ തകർക്കുന്നതിന്റെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ ദോഷമായി ചിത്രീകരിക്കുവാൻ അവന് കിട്ടുന്ന ഒരു അവസരമായിട്ട് കൂടെ ഇതിനെ കരുതുന്നത് കൊണ്ട് ഈസ് അറ്റാക്കിംഗ് ഫാമിലീസ് ക്വൈറ്റ് ഓഫ്റ്റൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബം തകർക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം വളരെയധികം പവിത്രമായ യേശുക്രിസ്തു സൂക്ഷിക്കുമ്പോൾ അതിനെ ശിഥിലീകരിക്കുന്ന, അതിനെ കളങ്കം ചാർത്തുന്ന ഒരു സംഭവമായി ഡിവോഴ്സ് പ്രതിനിധീകരിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ടിടയാക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അത് ദൈവനാമത്തിനെ ഒരു രീതിയിലും ഗുണം ചെയ്യുകയില്ല, അത് ദൈവനാമത്തിന് ദോഷമേ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുവാനിടയായി. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് കാണുവാനായിട്ടിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഐ എം jealous for you with a godly jealousy. I promised you to one husband to Christ so that I may present you as a pure virgin to him. മനസ്സിലാക്കണമേ, യേശുക്രിസ്തു ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ നാളോളം നമ്മെ നിലനിർത്തുവാൻ കഴിയുന്ന ഒരു മണവാളനെയുമായിട്ടാണ് നമ്മൾ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. He wanted to maintain the sanctity. He wanted to maintain the quality of the covenant. He wanted to maintain the quality of the relationship we both have entered. Praise the Lord. നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് കർത്താവുമായിട്ടെടുത്ത നിയമത്തിന്റെ, കർത്താവുമായിട്ടെടുത്ത ആ ഉടമ്പടിയുടെ സ്ഥാനത്തിൽ നമ്മളോടുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുവാൻ അവൻ ബാധ്യസ്ഥനായിരിക്കുമ്പോൾ തന്നെ നമ്മളും ബാധ്യസ്ഥനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. From God's side, He is expecting that He will be maintained till eternity. Praise the Lord. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിലല്ല. പ്രൈസ് ദി ലോർഡ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഇട്ടിട്ട് പോകാവുന്ന ഒരു ബന്ധമല്ല നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫാർ മോർ ദാൻ ദാറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ റിമൈൻഡ് ചെയ്യുവാനായിട്ട് ദൈവം വെച്ചിട്ടുള്ള ഒരു ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ റിമൈൻഡ് ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ് വിവാഹബന്ധത്തിൽ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ മാത്രം പവിത്രമായിരിക്കുന്നുവോ അതുപോലെയാണ് ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കേണ്ടത് എന്നുള്ള ഒരു റിമൈൻഡർ കൂടിയാണ് വിവാഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാനിടയായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇല്ലാത്ത ഒരു മർമ്മം ഞാനിവിടെ സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരുപക്ഷെ അതൊരു ട്രാൻസാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റി മാത്രമായിട്ട് അവശേഷിച്ചിരിക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ കൃപയുടെ പ്രമാണത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിൽ ഇത് മറ്റൊരു അർത്ഥമാണ്. ഇറ്റ് ഈസ് എലിവേറ്റഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, പലതും ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. We have been believers for a long time. We have been married for long years. എന്നാൽ ഇന്ന് രാത്രികാലം അതൊന്നുകൂടി മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. I just wanted to touch upon one more thing. ഇനി നമ്മുടേതായ ഒരു കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ ദിവസം വരുവാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദിവസം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, the wedding day of the lamb. ആ കുഞ്ഞാടിന്റെ കല്യാണത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ അനന്യമായി കളങ്കമില്ലാത്ത ഒരു മണവാട്ടിയായി അവന് വേണ്ടി കാഴ്ചവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതാണ് പൗലോസ് പറയുന്നത്, I might present you as a pure virgin to him. Praise the Lord. അപ്രകാരം വളരെ ഉദാത്തമായിട്ടുള്ള വളരെ ഉന്നതമായ ആഴമേറിയ സ്പിരിച്വൽ മർമ്മമടങ്ങിയിട്ടുള്ള ഈ ബന്ധത്തെ വളരെയധികം വിലപിടിപ്പോടുകൂടി, വളരെയധികം ഭവ്യതയോടുകൂടി, വളരെയധികം കരുതലോടുകൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വമുണ്ടെന്നുള്ളത് ദൈവം ഈ വാക്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന്റെ ഒരു ആസ്പെക്ട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. When Jesus Christ is talking about physical divorce, I just wanted to move one more step. ഫിസിക്കൽ ഡിവോഴ്സിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു കാര്യമാണ് മെന്റൽ ഡിവോഴ്സ്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും ഫിസിക്കലായിട്ട് ഡിവോഴ്സിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും മാനസികമായി they are divorced. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുകയാണ്. സമൂഹത്തെ പേടിച്ച്, പാസ്റ്ററെ പേടിച്ച്, സഭയെ പേടിച്ച്, അടുത്ത ബന്ധുമിത്രാദികളെ പേടിച്ച് ഒരുപക്ഷെ they are not entering into a physical divorce, but mentally they are divorced. അനേക കുടുംബങ്ങൾ മാനസികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നതെങ്കിലും ഒരു രീതിയിലും മേൽപ്പറഞ്ഞ രീതിയിലുള്ള യാതൊരു ബന്ധവുമില്ലാതെ വർഷങ്ങളോളം ജീവിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. It is not that they physically divorced, but mental divorce is also equally dangerous. കാരണം യേശുക്രിസ്തു ഇതിന് മുൻപത്തെ പാസേജിൽ പഠിപ്പിച്ച പല കാര്യങ്ങളും all related to mind and heart. കാരണം കൊലപാതകത്തെയും വ്യഭിചാരത്തെയും ഫിസിക്കലായിട്ടുള്ള രീതിയിൽ പാപമായി കണ്ട മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ ഹൃദയത്തിന്റെ നിലവാരത്തിലേക്ക് യേശുക്രിസ്തു ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹത്തെയും മനസ്സിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് ഉയർത്തുമ്പോൾ മെന്റൽ ഡിവോഴ്സ് ഈസ് ഓൾസോ equally dangerous as physical divorce. ഒരുപക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നാൽ യേശുക്രിസ്തു മുൻ പറഞ്ഞ രീതിയിൽ സ്ഥാപിച്ച ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, this is equally dangerous. സഹോദരനെ നിസ്സാരാന്ന് വിളിച്ചാൽ അവനോട് കൊലപാതകം ചെയ്തു പോയി, ഒരു സ്ത്രീയെ മോഹിച്ച് അവളെ നോക്കിയാൽ ഹൃദയം കൊണ്ട് നീ അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് പഠിപ്പിച്ച അതേ യേശുക്രിസ്തു പിന്നീടുള്ള വാചകത്തിൽ പറയുന്ന ഈ ഫിസിക്കൽ ഡിവോഴ്സിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ അതിനെ ഒരു പടി കൂടി ഒരു അഡ്വാൻസ്ഡ് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മോർ ദാൻ എ ഫിസിക്കൽ ഡിവോഴ്സ് വി ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ അബൌട്ട് മെന്റൽ ഡിവോഴ്സ്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ
നിലനിൽക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാല ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പറയാം, കർത്താവേ, even though we are not physically divorced, we are mentally divorced, Lord, we want to come back. അങ്ങനെയുള്ള കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കേൾക്കുന്ന ആരും തന്നെ അങ്ങനെയുള്ള അനുഭവത്തിലുള്ളവരല്ലായിരിക്കാം. ദാറ്റ് ഈസ് റിയലി ഗുഡ്. എന്നാൽ അങ്ങനെയുള്ള ആരെങ്കിലും നമ്മൾ അറിയുമ്പോൾ, ഒരു ഫിസിക്കൽ ഡിവോഴ്സ് നടക്കുമ്പോൾ എത്രമാത്രം മാനസിക പ്രയാസം ഉണ്ടാകുമോ അത്രമാത്രം പ്രയാസത്തോടും ബേർഡനോടും കൂടി നമ്മൾ ഈ മെന്റൽ ഡിവോഴ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഇന്ന് രാത്രി കാലം അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് ഈക്വലി ഡേഞ്ചറസ്. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ഫേസിലോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതേ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു പറഞ്ഞ അടുത്ത പാസേജ് കൂടി പറഞ്ഞ് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്തോട്ടെ. യേശുക്രിസ്തു is elevating the status of marriage in terms of stating the principle that it is no more a transaction, it is a covenant. Number 2, he is elevating the quality of the relationship by changing a reactional love to an action-based love. Agape. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കത്തക്ക രീതിയിൽ ആ ബന്ധത്തെ ഉയർത്തുകയാണ്. മൂന്നാമതായി, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യേശുക്രിസ്തു സഭയുമായിട്ട് സ്ഥാപിക്കുവാൻ പോകുന്ന ബന്ധത്തിന്റെ ഒരു ടൈപ്പായി ഇതിനെ കണ്ടതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു ഇതിനെ വളരെയധികം കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം. മാത്രമല്ല, ഫിസിക്കൽ ഡൈവോഴ്സ് പോലെ തന്നെ മെന്റൽ ഡൈവോഴ്സും വളരെ ഡേഞ്ചറസ് ആണ് കൂടി നമ്മൾ കാണുവാനിടയായിട്ട്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ അടുത്ത ഭാഗം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. അതിന്റെ 33 മുതലുള്ളതായ വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിൽ നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യേശുക്രിസ്തു അവസാനമായിട്ട് പറയുന്ന സമയത്തിന്റെ പരിമിതി പോലും അവസാനമായിട്ട് യേശുക്രിസ്തു പറയുന്നത്, ഓൾ യു നീഡ് ടു സേ സിമ്പിൾ യെസ് ഓർ നോ. നിങ്ങളുടെ വാക്ക് എന്തായിരിക്കണം? ആ വാക്കും കൂടെ നമുക്ക് വായിക്കാം. ഉവ്വ് എന്നും, നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അധികമായത് ക്രിസ്തുവിൽ നിന്ന് വരുന്നു. ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വിവാഹത്തോടുള്ള ബന്ധത്തിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, വിവാഹ ദിവസം നിങ്ങൾ ഈ ഉഭയസമയം ചെയ്യുന്നത് നിങ്ങളുടെ വാക്കിനാലാണ്. റൈറ്റ്? ആ വിവാഹ ശുശ്രൂഷ നടത്തുന്ന വ്യക്തി നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇടത്ത് ഭാഗത്ത് നിൽക്കുന്ന ഈ പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ നിങ്ങളുടെ ഭർത്താവായോ അല്ലെങ്കിൽ വധുവായോ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു മറുപടി മാത്രമേ പറയുന്നുള്ളൂ, യെസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത് ഈസ് എക്സ്റ്റെൻഡിങ് ദാറ്റ് ടു അവർ റെഗുലർ കൺവെർസേഷൻസ്. വിവാഹത്തിന് അന്ന് നമ്മൾ പറഞ്ഞ യെസ്സിനെ ഒരു സ്വർഗീയ ഉടമ്പടിയുടേതായ ആഴമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്ലീസ് ഹിയർ മീ കെയർഫുൾ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതേ ആഴം തന്നെ നിങ്ങളുടെ റെഗുലർ കൺവെർസേഷനിലും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. I know it is very difficult to us follow. വിവാഹ ദിവസം നമ്മൾ യെസ് എന്ന് പറഞ്ഞപ്പോൾ വളരെ ചിന്തിക്കുകയും വളരെയധികം ആഴമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ യെസ് എന്ന് പറഞ്ഞതെങ്കിൽ, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ റെഗുലർ കൺവെർസേഷൻ ഓൾസോ ഷുഡ് ബി ഈക്വലി സീരിയസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം ചെയ്യേണ്ടതായ ഒരു കാര്യമില്ല. കാരണം സത്യം ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ലോകത്തോട് പറയുന്നത്, ഞാൻ ഇതുവരെ പറഞ്ഞത് സത്യമല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയേണ്ടതായ ഒരു കാര്യമില്ല. നിങ്ങൾ ഭൂമിയെ കൊണ്ടോ അല്ലെങ്കിൽ സ്വർഗത്തെ കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ പറയേണ്ടതായ കാര്യമില്ല. കാരണം ഗോഡ് ഈസ് ദർ എവരിവർ. അന്നത്തെ കോണ്ടെക്സ്റ്റിൽ ദൈവത്തെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഒരു വേറൊരു നിലവാരം കടന്നു വരും, അല്ലെങ്കിൽ അതിൻ്റെതായ വാലിഡിറ്റി കൂടുമെന്നുള്ള ചിന്താഗതിയിലാണ് അവർ പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് അവർ സത്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിനർത്ഥം
There are two levels of transaction, two levels of conversation. ഒന്ന് ദൈവത്തെ കൂടാതെയും ഒന്ന് ദൈവത്തെ കൂടെയുള്ളതുമാണ്. ദൈവത്തെ കൂടാതെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും ദൈവത്തോട് കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നുള്ളതായ ഒരു കോണ്ടെക്സ്റ്റ് ആണ് അവിടെ ലഭ്യമാകുന്നത്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് there is no separation between the transactions between there is God and there is no God. In all the transactions of a believer there should be God. Praise the Lord. Hallelujah. നിങ്ങൾ പറയുന്ന ഏത് വാക്കുകൾക്കും സ്വർഗത്തിന്റെ ബാക്കപ്പ് ഉണ്ടെന്നുള്ളതായ ബോധ്യത്തിൽ വേണം നിങ്ങൾ സംസാരിക്കുവാനായിട്ട്. Praise the Lord. He is elevating our conversation to a level where God wants to be involved. Hallelujah. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും നമ്മൾ പറയുന്ന ഓരോ വാചകങ്ങൾക്കും സ്വർഗം നിലനിൽക്കുവാൻ, സ്വർഗം അതിന്റെ ബാക്കിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. The quality of our conversation, the quality of our words should be elevated in such a way that heaven can stand behind that. Hallelujah. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. പ്രശ്നമാണ്. വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഒരു രാജ്യത്തിന്റെ അംബാസഡറായി ഒരു വ്യക്തി അയക്കുന്നെങ്കിൽ ആ വ്യക്തി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിലും താൻ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിന്റെ സീലുണ്ട്, ആ രാജ്യത്തിന്റെ ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. ഹി കനോട്ട് ടോക്ക് ലൂസ് സ്റ്റേറ്റ്മെന്റ്സ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആയിരിക്കുന്ന ഒബാമയ്ക്ക് ഒരു രീതിയിലും ലൂസ് സ്റ്റേറ്റ്മെന്റ്സ് പറയുവാനായിട്ട് സാധിക്കില്ല. ഇറ്റ് മീൻസ് സംതിങ്. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം തന്നെ സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ കൺവെർസേഷൻസും നമ്മുടെ യെസ് എന്ന് പറഞ്ഞാൽ യെസ് തന്നെ ആയിരിക്കണം. അതിനെല്ലാം സ്വർഗം ബാക്കപ്പ് ചെയ്തതുകൊണ്ട് ഇഫ് യു ആർ മൂവിങ് അവേ ഫ്രം ദാറ്റ് കവണന്റ്, ഇഫ് യു ആർ മൂവിങ് അവേ ഫ്രം ദാറ്റ് പ്രോമിസ്, നിങ്ങൾ സ്വർഗരാജ്യത്തിനെ കളങ്കം ചാർത്തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു രാജ്യത്തിന്റെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം അതിനെ പിൻവലിക്കുകയാണെങ്കിൽ the image of the country will be in a questionable, praise the Lord, in a questionable way. Or let me tell like this, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിനെ നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അതിൽ നിന്ന് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ക്രെഡിബിലിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന് 36-ാമത്തെ വാക്യം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവ് പറയുകയാണ്, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും, ഏത് വാക്കിനും എന്നല്ല, ഏത് നിസ്സാര വാക്കിനും എന്തോ ചെയ്യേണ്ടതായിട്ട് വരും? സ്വർഗത്തിൽ അക്കൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർ യു ഓൾ വിത്ത് മീ? ഏത് പറയുന്ന നിസ്സാര വാക്കിനും ന്യായാസനത്തിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. വി നീഡ് ടു ഗിവ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. ചുമ്മാ ഒരു ലിസ്റ്റ് കൊടുത്തു പോവുകയല്ല. അക്കൗണ്ട്. വി ആർ അക്കൗണ്ടബിൾ ടു ദ വേർഡ്സ് വിച്ച് വി ആർ സ്പീക്കിംഗ്. ദ വേർഡ് അക്കൗണ്ടബിൾ ഇസ് ലിറ്റിൽ മോർ ഡീപ്പർ ദാൻ ഗിവിംഗ്. നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് ഒരാൾ 100 രൂപ തന്നെന്ന് വിചാരിക്കുക, $100. എന്നിട്ട് അതിന്റെ ചിലവ് അനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് കണക്ക് ബോധിപ്പിക്കുകയും കണക്ക് കൊടുക്കുകയും രണ്ടാം. പ്രശ്നം. I can just tell him that I spent this $100 like this and just run away. That is just giving the details to him. എന്നാൽ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെന്റ് ആണ്. അതിനർത്ഥം ആ $100 തന്ന വ്യക്തിക്ക് ബോധ്യമാകത്തക്ക രീതിയിൽ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. He may ask some receipts. He may ask some proof. I need to provide all the proof that all the details which I have given for this $100 is valid. ഇവിടെ നിങ്ങൾ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അന്ന് നീ പറഞ്ഞതായ ഒരു വാക്കിനെ
അന്ന് നീ ഉച്ചരിച്ചതായ ഒരു വാക്കിനെ എന്തർത്ഥത്തിലാണ് നീ ഉച്ചരിച്ചതെന്ന് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന ഓരോ വാക്കിന് പിന്നിലും സ്വർഗത്തിന്റെ മുദ്രയുള്ളത് കൊണ്ട് we should be extremely careful about the words which we are speaking. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് you need to walk the talk. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് the audio should match the video. നിങ്ങളൊരു വീഡിയോ കാണുകയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിന്റെ കമന്ററി ആയിട്ട് അല്ലെങ്കിൽ അതിന് ആനുപാതികമായി നടക്കുന്ന കൺവെർസേഷൻസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ദൃശ്യം കാണുന്നു, അതിനാനുപാതികമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ അതിനാനുപാതികമായുള്ള കൺവെർസേഷൻ if you are hearing after 10 seconds, if there is a delay, you will not be able to understand the context. The audio should exactly match the video. നിങ്ങൾ പറയുന്ന വാക്കുകൾക്കനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി. എക്സാക്ട്ലി മാച്ച്. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ കൺവെർസേഷന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഏത് നിസ്സാര വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. വിവാഹത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ കരുതലോടുകൂടി യെസ് എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിൽ അതേ ഇന്റൻസിറ്റിയിൽ വേണം നമ്മുടെ റെഗുലർ കൺവെർസേഷൻസും നമ്മൾ പറയുവാൻ എന്നുള്ളതാണ് കർത്താവോടെ സ്ഥാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനൊരു പ്രത്യേകമായ സത്യത്തിന്റെയോ പ്രത്യേകമായ ആണയുടെയോ ആവശ്യമില്ല. അത് അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ഒരു ബന്ധത്തെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള 4-5 സിനാരിയോസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി കാലം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Some practical scenarios we will run into, especially on this context. White lies. Intention is good. അതുകൊണ്ട് ഒരു നുണ പറഞ്ഞാലും കുഴപ്പമില്ല. Praise the Lord. No. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കട്ടെ. പ്രാക്ടിക്കൽ സിനാരിയോ നമ്പർ 1, വൈറ്റ് ലൈസ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം വൈറ്റ് ലൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ. ഇന്റൻഷൻ ഈസ് ഗുഡ്. Praise the Lord. That doesn't mean that your word is being justified. Number 2, exaggerations. പ്രത്യേകിച്ച് ആത്മീയ കോളത്തിൽ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എക്സാജറേഷൻ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ 10 എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി സ്നാനപ്പെട്ടാൽ നമ്മൾ 10ഓളം, അല്ലെങ്കിൽ we try to exaggerate things. ദൈവനാമത്തിന് മഹത്വം വരുമെന്നുള്ള വ്യാജേന പലപ്പോഴും നമ്മൾ എക്സാജറേറ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് റോങ്. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കട്ടെ. നമ്പർ 3, അപ്രോക്സിമേഷൻസ്. ഹല്ലേലൂയ. അപ്രോക്സിമേഷൻസ്. എത്ര പേരുണ്ടായിരുന്നു മീറ്റിംഗിൽ? 100-ൽ താഴെ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഏകദേശം മേ ബി വന്നത് 10 പേരായിരിക്കാം. From a conceptually it is right, but we are approximating wrongly. Number 4, fake humility. ഹൃദയത്തിൽ നിന്നും അല്ലാത്ത താഴ്മ പലപ്പോഴും നമ്മൾ കാണിക്കുന്നുണ്ട്. It is also an expression of your mind, expression of your face which is fake. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കട്ടെ. ഇവിടെ നമ്മളുടെ വാക്കെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാത്ത വാക്ക്, നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും ക്രിസ്തുവിന്റെ വിശുദ്ധിക്കൊത്തവണമായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഫേക്ക് പ്രോമിസസ്. നമുക്ക് തന്നെ അറിയാം നമുക്കത് കീപ്പപ്പ് ചെയ്യുവാൻ സാധിക്കത്തില്ല, എങ്കിലും നമ്മൾ ചുമ്മാ പറയുന്ന പലവിധമായ പ്രോമിസുകൾ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരു പ്രാവശ്യം പോലും നമ്മൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ആരെ കണ്ടാലും ബ്രദറെ, സഹോദരി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള ഫേക്ക് പ്രോമിസസ് എല്ലാ നിസാര വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമായിരിക്കട്ടെ.
Keeping silent where we are supposed to speak, that is also wrong. Praise the Lord. ഞാൻ നുണ പറഞ്ഞില്ല, പക്ഷേ ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. Very practical situations where we come across on a regular basis. പക്ഷെ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ഇതിനോടെല്ലാം വിട പറഞ്ഞ് ഏത് നിസ്സാരവാക്കിനും ന്യായാസനത്തിനും മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതാകിയാൽ നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. And very practical situations which we regularly come across. Gossips. മറ്റുള്ളവരെ കുറിച്ച് അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. Gossips. I've mentioned a lot of practical situations. White lies, keeping silent when we are supposed to speak, exaggerations, approximations, fake humility, fake promises, incorrect facial expressions, which will make others to believe that we are accepting it, but actually we are not. Gossips. ഇനിയുമുണ്ട്, നീണ്ട ലിസ്റ്റാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ വളരെ പ്രധാനപ്പെട്ടതായ അല്ലെങ്കിൽ വളരെ റെഗുലർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഉവ്വ് എന്ന് തന്നെ ആയിരിക്കട്ടെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കർത്താവേ, നീ എന്നോട് ഹൃദ്യമായി സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, വിവാഹബന്ധത്തിൽ കർത്താവിന്റെ ഭവ്യത, കർത്താവിൻ്റെതായ ശ്രേഷ്ഠ നമ്മൾ കാണുവാനിടയായിത്തീർന്നു. ഏതെങ്കിലും കുടുംബങ്ങൾ വളരെയധികം പ്രയാസങ്ങളോട് പ്രതികൂലങ്ങളോട് ഇന്ന് രാത്രിക്കാലം കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, ഐ എം റിയലി സോറി ലോർഡ്. അതുപോലെ കടന്നു പോകുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ നമുക്കറിയാമെങ്കിൽ അവർക്ക് ഹൃദയനിറക്കത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളുടേതായ വിശുദ്ധി, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ഇടപാടുകൾ എല്ലാം സ്വർഗം നമ്മുടെ ബാക്കിലുണ്ടെന്നുള്ളതായ ചിന്താഗതിയിലായിരിക്കുന്നെങ്കിൽ you will be elevate your conversation to the level where heaven can be involved on a regular basis. സ്വർഗത്തിൽ ഇടപെടത്തക്ക രീതിയിൽ നിങ്ങളുടെ കൺവെർസേഷൻസ് ഈ ദിവസങ്ങളിൽ മാറ്റപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ഹല്ലേലൂയ. Praise the Lord. We worship you, Lord Jesus. We adore you, Lord Jesus. We glorify your name, Lord. Lord Jesus, hallelujah. Let us say, Lord, sorry, Lord, for all the unwanted conversations we are indulged in. ഈ ദിവസങ്ങളിൽ നമ്മൾ അനാവശ്യമായ ഏതെങ്കിലും കൺവെർസേഷനിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മനഃപൂർവ്വമായി നമുക്ക് ക്ഷമ ചോദിക്കാം. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. If you have involved in any loose conversations, praise the Lord, ഇന്ന് രാത്രികാലം അതിനോട് വിട പറയാൻ കർത്താവേ. എന്റെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതുമായിരിക്കട്ടെ. ഞങ്ങൾ ആളുകൾക്ക് വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരു വ്യക്തിയായി ഞാൻ മാറട്ടെ കർത്താവേ. വിശ്വസ്തൻ എന്ന ആളുകൾ പറയത്തക്ക രീതിയിൽ, അദ്ദേഹത്തിന്റെ വാക്ക് എനിക്ക് വിശ്വസിക്കാമെന്ന ആളുകൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ എന്റെ കൺവെർസേഷൻസ്, എന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഈ ദിവസങ്ങളിൽ വാലിഡ് ആയി തീരട്ടെ കർത്താവേ. Praise the Lord. Hallelujah. We worship you, Lord Jesus. Hallelujah. ഈ വചനത്തിന് ഭാഗം സമർപ്പിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. Hallelujah. We worship you, Lord Jesus. We glorify your name, Lord. Hallelujah. 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 Oh, we glorify your name, Lord Jesus. Hallelujah. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാം. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 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 Jesus, hallelujah. കർത്താവേ, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനാണ് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ. നിന്റെ വചനത്തിന് മുമ്പിൽ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ ദാസനെ കർത്താവേ അഭിഷേകത്താൽ ഇന്ന് രാത്രികാലം വചനം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. വചനത്തെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഞങ്ങളൊന്ന് കർത്താവേ നിർമ്മലരായി കർത്താവ് വിശുദ്ധിയോടെ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ തക്ക ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ഏത് നിസ്സാര വാക്കിനും ന്യായവിധി സ്തോത്രം. ആകയാൽ നിങ്ങളുടെ വാക്കുകൾ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രികാലം കേൾപ്പിച്ച വചനം കർത്താവേ ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അത് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഓരോരുത്തരോട് വ്യക്തിപരമായി സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. വെബ്സൈറ്റിൽ കൂടെ കർത്താവിനെ കാര്യങ്ങൾ കേൾക്കുവാൻ വിടുതൽ പ്രാപിപ്പാൻ തങ്ങളുടെ തീരുമാനങ്ങൾ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് തുടർമാന ദിവസങ്ങളിൽ അവിടുത്തെ വിലപ്പെട്ട ആലോചനകൾ നിങ്ങളെ കേൾപ്പിക്കണമേ. അതിൻ പ്രകാരം ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാല സുഖവർഷങ്ങൾ തന്ന പ്രഭാതത്തെ മുഖശോഭനുണരുവാൻ നന്ദി ഏറ്റുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച എല്ലാ വഴികളിലും നടത്തുന്ന വലിയൊരു പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗാദികളോടും പൂലോട്ട് സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് us all. Praise the Lord. Thank you, Pastor. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജിൻ ജേക്കബിനുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് കേട്ടതായ ദൈവത്തിന്റെ വചനം യൂട്യൂബിൽ ലഭ്യമാകുന്നതാണ്. നാളെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രാത്രികാലം മനോഹരമായ പാട്ട് പാടിയതായ പ്രിയ സഹോദരൻ ക്രിസ്റ്റോറിലുള്ള നന്ദി അറിയിക്കുന്നു. ലീഡിയതായ കർത്താവിന്റെ ദാസൻ അനികുഞ്ഞു പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ 5 മുതൽ 6 വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കടന്നു വരാം. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് കൂടി വന്ന ദേശത്തിന് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കോണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറ ദിവസങ്ങളിൽ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് നിങ്ങൾ പലരും കേട്ട് കാണും. ന്യൂസിൽ പെഷവാറിൽ പാകിസ്ഥാനിലെ 146 കുഞ്ഞുങ്ങൾ ഐസിസ് ഭീകര സംഘടന അവരെ വധിച്ച സ്കൂൾ ക്ലാസുകൾ കയറി വധിച്ചതായ വാർത്ത നാം കേട്ട്. 150ഓളം കുഞ്ഞുങ്ങൾ പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണ്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ അതിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ആ ദേശത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാകിസ്ഥാനെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് കർത്താവിനദാസൻ ഡോക്ടർ മാത്തുക്കുട്ടി സാമുവൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ തക്കം അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ തൻ ശബ്ദത്തോടും കർത്താവു താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ തൻ ശബ്ദത്തോടും ദൈവത്തിൻ കാഹളധ്വനിയോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ ദൈവത്തിൻ കാഹളധ്വനിയോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷമേ, എത്രയോ സന്തോഷമേ, എത്രയോ സന്തോഷമേ. വിണ്ണിൽ ദൂതരുമായി യേശു വരുമ്പോൾ കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർത്തും. വിണ്ണിൽ ദൂതരുമായി യേശു വരുമ്പോൾ കാഹളം ധ്വനിക്കും,
മരിച്ചവർ ഉയർക്കും. കണ്ണിമയ്ക്കും നൊടിയിൽ ഞാൻ രൂപാന്തരം പ്രാപിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടും